നമ്മുടെ ടോപ്പിക്ക് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വെബ് സെക്യൂരിറ്റിക്കുള്ള 3 അപ്രോച്ചുകൾ പറഞ്ഞിരുന്നു. ഒന്ന് നെറ്റ്വർക്ക് ലെവലിൽ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലെവലിൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ. ഇപ്പോൾ നെറ്റ്വർക്ക് ലെവലിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന IPsec ആണ്. ട്രാൻസ്പോർട്ട് ലെവൽ സെക്യൂരിറ്റി ആണെങ്കിൽ SSL അല്ലെങ്കിൽ TLS യൂസ് ചെയ്യും. ഇൻ ദ കേസ് ഓഫ് ആപ്ലിക്കേഷൻ ലെവൽ സെക്യൂരിറ്റി, അവിടെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. സെക്യൂർ മെം യൂസ് ചെയ്യാം, PGP യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കുള്ളൊരു ഓപ്ഷനാണ് നെക്സ്റ്റ് നമ്മളെന്ന് പറയുന്നത് SCT, ദാറ്റ് ഈസ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. അപ്പോൾ SCTയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ബേസ് ട്രാൻസാക്ഷൻസ് നമുക്ക് ഇൻ്റർനെറ്റിൽ നടത്തുമ്പോൾ അതിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എൻക്രിപ്ഷൻ ആൻഡ് സെക്യൂരിറ്റി സ്പെസിഫിക്കേഷനാണ് SCT. അപ്പോൾ യൂസേഴ്സിന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് വഴി ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻക്രിപ്ഷൻ അപ്രോച്ചാണ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തത് ഫെബ്രുവരി 1996 ബൈ മാസ്റ്റർ കാർഡ് ആൻഡ് വിസ. അപ്പോൾ അതൊരു പേയ്മെൻറ്റ് സിസ്റ്റം അല്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു ഫ്രെയിം വർക്ക് എന്ന് വേണമെങ്കിലും പറയാം. പല കമ്പോണൻസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ യൂസേഴ്സിന് ഈ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഇൻ്റർനെറ്റിൽ നടത്തണം എന്നുണ്ടെങ്കിൽ അവരെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എ സെറ്റ് ഓഫ് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസ് ആൻഡ് ഫോമാറ്റ്സ്, അതാണ് SCT എന്ന് പറയുന്നത്. അപ്പോൾ പല പ്രോട്ടോക്കോൾസും ഉണ്ട്, പല ഫോമാറ്റ്സും അതിനുള്ളിൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് സെക്യൂറായിട്ട് ഇൻ്റർനെറ്റിൽ നടത്താൻ യൂസേഴ്സിന് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഓഫ് SCT. അപ്പോൾ SCT എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഇൻ്റർനെറ്റിൽ സെക്യൂറായിട്ട് നടത്താൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻക്രിപ്ഷൻ അപ്രോച്ചാണ്. സോ SCT പ്രൊവൈഡ്സ് മെയിൻലി 3 സർവീസസ്. ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആവുന്ന ആരൊക്കെയാണോ അവർക്കെല്ലാവർക്കും സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സർവീസ്. ഇനി ആസ് എ സെക്കൻഡ് സർവീസ്, ട്രസ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഈ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആവുന്ന പാർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് വർത്തി ആണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്മളുടെ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആവുന്ന കസ്റ്റമർ ആണെങ്കിലും മർച്ചൻ്റ് ആണെങ്കിലും 2 പേർക്കും എന്ത് വേണം? സർട്ടിഫിക്കറ്റ്സ് വേണം. അവർ ട്രസ്റ്റ് വർത്തി ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അവർ നോർമലി അത് യൂസ് ചെയ്യുന്നത്. ആസ് എ തേർഡ് സർവീസ്, ഇറ്റ് എൻഷുവേഴ്സ് പ്രൈവസി. അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ട്, ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള മർച്ചൻ്റ്, ഇപ്പോൾ ആരോടാണെന്ന് ട്രാൻസാക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ആ പർട്ടിക്കുലർ മർച്ചൻറ്റും ഉണ്ട്. അപ്പോൾ ഈ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനുള്ള ഇൻഫർമേഷൻ, ഇപ്പോൾ കസ്റ്റമർ ട്രാൻസ്ഫർ ചെയ്യുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ ആ പർട്ടിക്കുലർ മർച്ചൻറ്റിന് മാത്രമേ എത്താൻ പാടുള്ളൂ, അല്ലാണ്ട് വേറെ ആർക്കും അത് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടരുത്. അപ്പോൾ ഇൻഫർമേഷൻ ഈസ് ഓൺലി അവൈലബിൾ ടു പാർട്ടീസ് ഇൻ എ ട്രാൻസാക്ഷൻ. അപ്പോൾ അവർക്ക് പ്രൈവസി എൻഷുർ ചെയ്യുക. അപ്പോൾ ഈ അയക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ ട്രാൻസാക്ഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഏത് മെർച്ചൻ്റാണോ അല്ലെങ്കിൽ ഏത് ഇൻ്റർനെറ്റ് റെസിപ്പിയൻ്റ് ആരാണോ ആൾക്ക് മാത്രം കിട്ടുക. അപ്പോൾ ഇത് 3ആണ് SCT പ്രൊവൈഡ് ചെയ്യുന്ന 3 സർവീസസ്. അപ്പോൾ സെക്യൂർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രൊവൈഡ് ചെയ്യുക, ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആവുന്നവരൊക്കെ ട്രസ്റ്റ് വർത്തി ആണെന്നുള്ളത് പ്രൂവ് ചെയ്യുക, സെക്കൻഡ് ട്രാൻസാക്ഷൻസിന് പ്രൈവസി എൻഷുർ ചെയ്യുക. നെക്സ്റ്റ് വി വിൽ സീ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് SCT. അപ്പോൾ SCT സ്പെസിഫിക്കേഷനിൽ കുറേ ബിസിനസ് റിക്വയർമെൻറ്റ്സ് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓൾമോസ്റ്റ് 7 or 8 റിക്വയർമെൻറ്റ്സ് അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ഓർഡറിങ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കും കസ്റ്റമർ ട്രാൻസാക്ഷൻ നടത്തുക. അപ്പോൾ ഈ കാർഡ് ഹോൾഡേഴ്സിന് അവരുടെ ഇൻഫർമേഷൻ സേഫാണ്, അല്ലെങ്കിൽ അത് എത്തേണ്ട ആളുടെ കയ്യിൽ മാത്രമേ എത്തുന്നുള്ളൂ എന്നുള്ള അവർക്ക് ഉറപ്പ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എൻക്രിപ്ഷനാണ്. അപ്പോൾ എൻക്രിപ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഫ്രോഡിൻ്റെ ചാൻസ് കുറയും. അതുപോലെ നമ്മുടെ ട്രാൻസാക്ഷനിലുള്ള 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു ഡൗട്ടില്ലാത്ത സിറ്റുവേഷനിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ റിസ്ക് കുറയുകയും ചെയ്യും, അല്ലെങ്കിൽ മാലീഷ്യസ് ആയിട്ടുള്ള തേർഡ് പാർട്ടീസിന് നമുക്ക് ആക്സസ് കിട്ടാണ്ട് വരികയും ചെയ്യും. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ SCTയിൽ യൂസ് ചെയ്യുന്നത് എൻക്രിപ്ഷനാണ്. ആൻഡ് ആസ് എ സെക്കൻഡ് റിക്വയർമെൻറ്റ്, ഇറ്റ് എൻഷുവർ ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ഓൾ ട്രാൻസ്മിറ്റഡ് ഡേറ്റ. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ വേർഡ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടെ നിന്ന് എന്തായിച്ചോ അത് തന്നെ റിസീപ്പിയൻറ്റിൽ കിട്ടണം. അപ്പോൾ ട്രാൻസിറ്റിൽ അല്ലെങ്കിൽ SCT മെസ്സേജസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ അതിനിടയ്ക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവാതെ റിസീവർ സൈഡിൽ എത്തണം. അപ്പോൾ ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ SCTയിൽ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. ഇനി ആസ് എ തേർഡ് റിക്വയർമെൻറ്റ്, പ്രൊവൈഡ് ഓതൻറ്റിക്കേഷൻ ദാറ്റ് എ കാർഡ് ഹോൾഡർ ഈസ് എ ലെജിറ്റിമേറ്റ് യൂസർ ഓഫ് എ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട്. ഇപ്പോൾ ഇവിടെ ഓതൻറ്റിക്കേഷൻ നമ്മൾ ആർക്ക് വേണ്ടിയാണ് കൊടുക്കേണ്ടത്? നമ്മുടെ കാർഡ് ഹോൾഡർ ലെജിറ്റിമേറ്റ് ആണെന്നുള്ളത് ആർക്ക് മനസ്സിലാവണം? മെർച്ചൻറ്റിന് മനസ്സിലാവണം. അപ്പോൾ ഒരു കാർഡ് ഹോൾഡറും അയാൾ ഒരു പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അപ്പോൾ ലിങ്കിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അതൊരു ഫ്രോഡല്ല, ഒരു റിയൽ ആയിട്ടുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു യൂസർ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെ ഒരു ലിങ്കിങ് ഉണ്ടെങ്കിൽ നമ്മളുടെ പേയ്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഓവറോൾ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഓതൻറ്റിക്കേഷൻ, ആ പർട്ടിക്കുലർ യൂസർ ഓതൻറ്റിക് ആണ് എന്നുള്ളത് മെർച്ചൻറ്റ് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന
കമ്പോണൻസ് ഡിജിറ്റൽ സിഗ്നേച്ചറും സർട്ടിഫിക്കറ്റ്സും. അപ്പോൾ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആകുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എന്ത് വേണം? ഇത് രണ്ടും വേണം. അപ്പോൾ അവർ ലെജിറ്റിമേറ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചറും സർട്ടിഫിക്കറ്റ്സും അവർക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഒരു കൗണ്ടർ പാർട്ടായിട്ട് നമ്മൾ ഫോർത്ത് റിക്വയർമെൻറ്റ് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞത് കാർഡ് ഹോൾഡർ ഓതൻറ്റിക് ആണെന്നുള്ളത് മെർച്ചൻറ്റിന് മനസ്സിലാവാൻ വേണ്ടി. ഇനി നെക്സ്റ്റ് ഫോർത്ത് റിക്വയർമെൻറ്റ് പറയുന്നത് നേരെ തിരിച്ച്. അപ്പോൾ ഈ മെർച്ചൻറ്റ് ഓതൻറ്റിക് ആണോ ഇല്ലയോ എന്നുള്ളത് കസ്റ്റമറിന് മനസ്സിലാവാൻ വേണ്ടി. ദാറ്റ് ഈസ് പ്രൊവൈഡ് ഓതൻറ്റിക്കേഷൻ that a merchant can accept credit card transactions through its relationship with a financial institution. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ റിക്വയർമെൻറ്റ് ഒരു കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ കാർഡ് ഹോൾഡേഴ്സിന് കറക്റ്റായിട്ട് മെർച്ചൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അവർ ഈ ട്രാൻസാക്ഷൻ നടത്തുന്ന ആരുമായിട്ടാണോ, അവരവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫ്രോഡാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ലിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ റിയൽ ആണ് അല്ലെങ്കിൽ അവരാരുമായിട്ടാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്നുള്ളത് അവർക്ക് കൺഫേം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ കാർഡ് ഹോൾഡേഴ്സിൻ്റെ ഓതൻറ്റിക്കേഷന് വേണ്ടി ഡിജിറ്റൽ സിഗ്നേച്ചറും സർട്ടിഫിക്കറ്റും യൂസ് ചെയ്ത പോലെ തന്നെ മെർച്ചൻസിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന അതേ കമ്പോണൻസ് തന്നെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചറും സർട്ടിഫിക്കറ്റ്സും. അപ്പോൾ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആവുന്ന കസ്റ്റമേഴ്സിനും മെർച്ചൻസിനും ഇത് രണ്ടും ഉണ്ടാവും. നെക്സ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻഷുർ ദ യൂസ് ഓഫ് ബെസ്റ്റ് സെക്യൂരിറ്റി പ്രാക്ടീസസ് ആൻഡ് സിസ്റ്റം ഡിസൈൻ ടെക്നിക്സ്. അപ്പോൾ നമ്മളുടെ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആവുന്ന എല്ലാവർക്കും നമുക്ക് സെക്യൂരിറ്റി മാക്സിമം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സിസ്റ്റം ഡിസൈൻ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ട് ബെസ്റ്റ് സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് ആൻഡ് പ്രോട്ടോക്കോൾസ് ആണ്. അപ്പോൾ പല അൽഗോരിതംസ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഓപ്ഷൻസ് നമ്മൾ പറയുന്നില്ല. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടിയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ അൽഗോരിതം, അല്ലാണ്ട് അതിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് നമ്മൾ അൽഗോരിതത്തിന് ഡിഫൈൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് റിക്വയർമെൻറ്റ് ക്രിയേറ്റ്സ് എ പ്രോട്ടോക്കോൾ ദാറ്റ് neither depends on the ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി മെക്കാനിസംസ് നോർ പ്രിവെൻറ്റ്സ് ദെയർ യൂസ്. അപ്പോൾ SCT എന്ന് പറഞ്ഞാൽ നമ്മളുടെ വേറെ സെക്യൂരിറ്റി മെക്കാനിസംസുമായിട്ടൊന്നും ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. നമ്മുടെ IPS ഒക്കെ അല്ലെങ്കിൽ SSL TLS ആയിട്ടൊന്നും അതിന് ഇൻ്റർഫറൻസ് വരുന്നില്ല. അപ്പോൾ SCTക്ക് സെപ്പറേറ്റ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമ്മളുടെ TCP/IP സ്റ്റാക്കിൻ്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആസ് എ ലാസ്റ്റ് റിക്വയർമെൻറ്റ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ആൻഡ് എൻകറേജ് ഇൻ്ററോപ്പറബിലിറ്റി എമംഗ് സോഫ്റ്റ്വെയർ ആൻഡ് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ്. അപ്പോൾ SCT പ്രോട്ടോക്കോൾസും ഫോർമാറ്റ്സും ഒക്കെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വെബ് സോഫ്റ്റ്വെയർ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇൻ്ററോപ്പറബിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ 7 requirements of SCT. Next we will see the key features of SCT. അപ്പോൾ SCT പ്രൊവൈഡ് ചെയ്യുന്ന 4 മെയിൻ ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇതുവരെ പറഞ്ഞ റിക്വയർമെൻറ്റ്സിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഇത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് കീ ഫീച്ചർ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ വേർഡ് തന്നെ നമ്മളുടെ സീക്രസി അല്ലെങ്കിൽ പ്രൈവസി അതുമായിട്ട് ലിങ്ക് ചെയ്താണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞ വേർഡ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ കാർഡ് ഹോൾഡർ അയാൾ എന്ത് ചെയ്യും, പേയ്മെൻറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഓർഡർ ഇൻഫർമേഷനൊക്കെ നെറ്റ്വർക്ക് വഴിയായിക്കുള്ള ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ SCT നമ്മുടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓർഡർ ഇൻഫർമേഷൻ മെർച്ചൻറ്റിന് കിട്ടണം, പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മെർച്ചൻറ്റിന് കിട്ടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മെർച്ചൻറ്റ് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആര് മാത്രം അറിയേണ്ട കാര്യമുള്ളൂ, ആ പേയ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് മാത്രമേ അതറിയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ SCT ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ മെർച്ചൻറ്റ് ഫ്രം ലേണിംഗ് ദ കാർഡ് ഹോൾഡേഴ്സ് ക്രെഡിറ്റ് കാർഡ് നമ്പർ. അപ്പോൾ ആ കാർഡ് നമ്പർ അല്ലെങ്കിൽ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അത് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി മെർച്ചൻറ്റ് ഈ പർട്ടിക്കുലർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻ നമ്മൾ മെർച്ചൻറ്റിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നു. അപ്പോൾ SCT ആ ഒരു പോർഷൻ നമ്മുടെ മെർച്ചൻറ്റിൽ എത്തുന്നുണ്ടെങ്കിൽ അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും മെർച്ചൻറ്റിലെത്തുക. അപ്പോൾ ആൾക്കത് റീഡബിൾ ആയിരിക്കില്ല. അപ്പോൾ ആൾക്കത് നെക്സ്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് കൊടുത്ത് അവരത് പ്രോസസ്സ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തി മെർച്ചൻറ്റിന് പൈസ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കൺവെൻഷണൽ എൻക്രിപ്ഷൻ മെത്തേഡാണ് ബൈ യൂസിങ് DES അൽഗോരിതം. ഇനി സെക്കൻഡ് കീ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ഡേറ്റ. അപ്പോൾ ഡേറ്റ ഇൻറ്റഗ്രിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് എന്ത് അയക്കുന്നോ അത് തന്നെ റിസീവർ സൈഡിൽ എത്തണം. അപ്പോൾ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ നമ്മൾ കാർഡ് ഹോൾഡേഴ്സ് മെർച്ചൻസിന് അയച്ചു കൊടുക്കണം. അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം, ആൾ എന്താണ് ഓർഡർ ചെയ്തത് അതിനെപ്പറ്റിയുള്ള ഓർഡർ ഇൻഫർമേഷൻ കാണും, ഇനി ആളുടെ പേഴ്സണൽ ഡീറ്റ കാണും, അതുപോലെ പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് കാണും. അപ്പോൾ SCT നമുക്ക് ഗ്യാരണ്ടി തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇൻഫർമേഷനൊന്നും ട്രാൻസിറ്റ് അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഓൾട്ടേഡ് ആവാൻ പാടില്ല. ഓൾട്ടേഡ് ആവില്ല എന്നുള്ളത് ഉറപ്പ് നമുക്ക് SCT തരും. അപ്പോൾ ഈ ഓൾട്ടറേഷൻ വരുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്നത് RSA ഡിജിറ്റൽ സിഗ്നേച്ചർ വിത്ത് SHA-1 ഹാഷ്. മെസ്സേജ് ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് SHA-1 ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ RSA ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് സൈൻ ചെയ്തിട്ട് അയക്കുക. അപ്പോൾ സൈൻഡ് ആകുമ്പോഴത്തേക്കും അത് പോകുന്ന വഴിക്ക് ട്രാൻസിറ്റിൽ ചേഞ്ച് വരാൻ യാതൊരു ചാൻസും ഇല്ല. ഇനി ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹാഷിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിസീവർ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഹാഷ് റീകമ്പ്യൂട്ട് ചെയ്ത് കമ്പയർ ചെയ്താൽ നമ്മൾ ഇൻറ്റഗ്രിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, അല്ല ഓതൻറ്റിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് കീ ഫീച്ചർ എന്ന് പറഞ്ഞാൽ കാർഡ് ഹോൾഡർ അക്കൗണ്ട് ഓതൻറ്റിക്കേഷൻ. അപ്പോൾ SCT
നമുക്ക് മെർച്ചൻസിന് ഈ കാർഡ് ഹോൾഡർ ലെജിറ്റിമേറ്റ് ആണോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള യൂസറാണോ വാലിഡ് ആയിട്ടുള്ള കാർഡ് നമ്പറാണോ അതിൽ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് മെർച്ചൻസിന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചർ യൂസ് ചെയ്തിരുന്നത്. കാർഡ് ഹോൾഡറിൻ്റെ അക്കൗണ്ട് ഒതൻറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഫോർ ദാറ്റ് പർപ്പസ് നമ്മളിവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ വിത്ത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് വിത്ത് RSA സിഗ്നേച്ചർ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ ഇപ്പോൾ തേർഡ് പറഞ്ഞതിൻ്റെ നേരെ മെർച്ചൻ്റ് പോർഷനാണ് നെക്സ്റ്റ് ഫോർത്ത് ഫീച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മെർച്ചൻ്റ് ഒതൻറ്റിക്കേഷൻ. അപ്പോൾ കാർഡ് ഹോൾഡേഴ്സിന് മെർച്ചൻറ്റിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് മെർച്ചൻ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ലിങ്കിങ് ഉണ്ടോ, ഇപ്പോൾ പേയ്മെൻറ്റ് നിങ്ങൾ കാർഡ് വഴി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കത് അലോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മെർച്ചൻ്റ് ഒതൻറ്റിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് വിത്ത് RSA സിഗ്നേച്ചേഴ്സ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച IPSec അല്ലെങ്കിൽ SSL TLS ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പോലെ അല്ല ഇവിടെ നമ്മൾ ഈ ഫീച്ചേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഓപ്ഷൻസൊക്കെ നോക്കിയാൽ മനസ്സിലാവും, എല്ലാത്തിലും നമ്മൾ ഓരോ അൽഗോരിതംസേ പറഞ്ഞിട്ടുള്ളൂ. സോ SCT പ്രൊവൈഡ്സ് ഓൺലി വൺ ചോയ്സ് ഫോർ ഈച്ച് ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം. അപ്പം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം SCT ഈസ് എ സിംഗിൾ ആപ്ലിക്കേഷൻ വിത്ത് എ സിംഗിൾ സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ്. പക്ഷേ നമ്മൾ IPSec അല്ലെങ്കിൽ SSL TLS ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ദേ ആർ ഇൻറ്റൻഡഡ് ടു സപ്പോർട്ട് എ റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയാണ് SCTയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസിന് ഇൻ്റർനെറ്റ് വഴി സെക്യൂർ ആയിട്ട് നടക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എൻക്രിപ്ഷൻ അപ്രോച്ചാണ് SCT. അപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സും പറഞ്ഞു, ഫീച്ചേഴ്സും പറഞ്ഞു.